ഹായ് മകളെ, വളരെയധികം സങ്കടത്തിലുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഒരു സംഭവം നമ്മൾ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വെച്ചാൽ, ശരിക്കും എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും നിങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ രാത്രി കിടന്നുറങ്ങിയത് വയനാട് ജില്ലയിലാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ മലപ്പുറം ജില്ലയിലേക്ക് ഒഴുകി പോകുന്നൊരവസ്ഥ. നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവുക. ഈ ഒരു സമയത്ത് പല കുട്ടികളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ ഇല്ലാതാവുക, ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറി പല സ്കൂളുകളിലും അത് പല ആളുകളും അറ്റൻഡ് ചെയ്യാതാവുക. അതോടൊപ്പം തന്നെ ഇനി അഥവാ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് പല ദിവസങ്ങളും നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഒത്തിരി സ്പീഡിൽ നിങ്ങളുടെ സിലബസ് തീർക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടി സ്കൂളുകളിൽ നിന്നൊക്കെ ഉണ്ടാവും. അതൊന്നും ടീച്ചേഴ്സിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, പക്ഷെ അതൊക്കെ നമ്മൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ +1, +2, 10ാം ക്ലാസ്സും ഒക്കെ 9, 8 ഒക്കെ എത്തിയ വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെയൊക്കെ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കാൻ പാടുള്ളൊരു കാര്യമല്ല. നമ്മൾക്കറിയാം, നമ്മുടെ പോലെ തന്നെ ഒരു പക്ഷേ ഇപ്പം പഠിക്കാനൊന്നും പറ്റാതെ ഇൻ്റർനെറ്റോ കറണ്ടോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. എന്നാൽ അവർ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോഴേക്കും അവർക്കും അത് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ കിട്ടട്ടെ. നമുക്കറിയാം, നമ്മളെ കൊണ്ടാവുന്ന അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബുകളിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട അൻഡു സാറും സംഘവും. അവരെ കൊണ്ടാവുന്ന അത്രയും സഹായങ്ങൾ അവർ ചെയ്തു. 10 ലക്ഷം രൂപ സഹായമായിട്ടും അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ആ സ്കൂള് വീണ്ടും ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നോക്കുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്യുക. അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുക. മകളെ, ഈ ഒരു സമയത്ത് ഞാൻ പറയുന്ന സമയത്ത് പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾ അത് നെഗറ്റീവായിട്ട് കൊണ്ടുവരാം. മറ്റുള്ള കുട്ടികൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് സാർ പഠിക്കുക എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ടാവും. അവധികൾ ഒരിക്കലും ആഘോഷിക്കപ്പെടാനുള്ളതല്ല. അവരുടെ കൂടെ മനസ്സിൽ നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട പഠന കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്ന ആളുകളുണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. ഇനി നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ക്ലാസ് ഇനി കൂടുതൽ സ്പീഡിൽ പോകുന്ന സമയത്ത്, മനസ്സിലാവാതെ വരുന്ന സമയത്ത് കുറച്ചുകൂടിയും കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു ദുരനുഭവം കൂടി അനുഭവിക്കാൻ പോകുന്നത്. സോ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവരുത്. ഈ അവധികളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം നിന്നിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. അവരോടൊപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. സോ ഇതും ഒക്കെ നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.